ഹായ് ഓൾ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്നാണ്? കേരള സാമൂഹിക സുരക്ഷാ മിഷൻ എന്നാണ് രൂപീകൃതമായത്? 2008 ഒക്ടോബറിലാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ രൂപീകൃതമായത്. എന്നാണ് 2008 ഒക്ടോബറിൽ. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ചെയർമാൻ ആരാണ്? സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയാണ് ചെയർമാൻ. സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി സ്പോൺസർ ചെയ്താണ് ചാരിറ്റബിൾ സൊസൈറ്റിയാണ് എന്ത്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്താണ്? കേരള സാമൂഹ്യ നീതി വകുപ്പാണ് എന്ത്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. എന്നാണ് 2008 ഒക്ടോബറിലാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ രൂപീകൃതമായത്. സ്കീമുകൾ ഏതൊക്കെയാണ്? സ്നേഹസ്പർശം, താലോലം, സ്നേഹപൂർവം എന്നിവയൊക്കെയാണ് സ്കീമുകൾ. ഒന്നാമത്തെ സ്നേഹപൂർവം. എന്താണ് സ്നേഹപൂർവം? മാതാപിതാക്കൾ മരിച്ചുപോയ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനായി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത്? സ്നേഹപൂർവം. എന്താണ്? മാതാപിതാക്കൾ മരിച്ചുപോയ കുട്ടികൾക്ക് KSM നൽകുന്ന സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ നൽകുന്ന പദ്ധതിയാണ് എന്ത്? സ്നേഹപൂർവം. അടുത്തത് എന്താണ്? വയോമിത്രം. എന്താണ്? 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആരോഗ്യ സുരക്ഷാ മിഷൻ നൽകുന്ന പദ്ധതിയാണ് എന്ത്? വയോമിത്രം. എന്താണ് വയോമിത്രം? കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മരുന്നുകൾ നൽകുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പദ്ധതിയാണ് എന്ത്? വയോമിത്രം. എന്താണ്? മരുന്ന്, പാലിയേറ്റീവ് പരിചരണം, ഹെൽപ്പ് ഡെസ്ക് എന്നിവയൊക്കെ നൽകുന്ന ആരാണ്? കേരള സാമൂഹ്യ സെക്യൂരിറ്റി മിഷൻ. അടുത്തത് സ്നേഹസാന്ത്വനം. എന്താണ്? എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത്? സ്നേഹസാന്ത്വനം. എന്താണ്? എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത്? സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത്? സ്നേഹസാന്ത്വനം. അടുത്തത് സ്നേഹസ്പർശം. എന്താണ്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ അവിവാഹിതരായ അമ്മമാർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത്? സ്നേഹസ്പർശം. അവിവാഹിതരായ അമ്മമാർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത്? സ്നേഹസ്പർശം. അവിവാഹിതരായ അമ്മമാർക്ക് നൽകുന്നതാണ് എന്ത്? സ്നേഹസ്പർശം. അടുത്തത് ആശ്വാസകിരണം. എന്താണ്? പൂർണ്ണമായും കിടപ്പ് രോഗിയായവരെ പരിപാലിക്കുന്നവർക്ക്, പൂർണ്ണമായും ശയ്യാലംബരായി പരിചരിക്കുന്നവർക്കുള്ള ധനസഹായമാണ് എന്ത്? ആശ്വാസകിരണം. എന്താണ് ആശ്വാസകിരണം? പൂർണ്ണമായും ശയ്യാലംബരായവർക്ക് പരിചരിക്കുന്നതാണ്. പ്രതിമാസം 600 രൂപയാണ് നൽകുന്നത്. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ്റെ നേതൃത്വത്തിലാണ് 600 രൂപ. അടുത്തത് ക്യാൻസർ സുരക്ഷാ സ്കീം. എന്താണ് ക്യാൻസർ സുരക്ഷ? ക്യാൻസർ ബാധിച്ച കുട്ടികൾക്ക് നൽകുന്ന പദ്ധതിയാണ് എന്ത്? 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്കാണ് നൽകുന്നത്. എന്നാണ് നിലവിൽ വന്നത്? 2008 നവംബർ 1-നാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഇത് നടപ്പിലാക്കിയത്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക്, ക്യാൻസർ ബാധിച്ച കുട്ടികൾക്ക് നൽകുന്ന പദ്ധതിയാണ് എന്ത്? ക്യാൻസർ സുരക്ഷ. അടുത്ത എന്താണ്? മിഠായി എന്താണ്? ആരോഗ്യ കുടുംബ വകുപ്പിൻ്റെ സാങ്കേതിക സഹായത്തോടെ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിലുള്ള കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനാണ് എന്ത്? മിഠായി. ആരോഗ്യ കുടുംബ വകുപ്പിൻ്റെ കീഴിൽ സാങ്കേതിക സഹായത്തോടെ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ സഹായത്തോടെ നടത്തുന്ന എന്താണ്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ നടത്തുന്നതാണ് എന്ത്? മിഠായി. ടൈപ്പ് 1 പ്രമേഹമുള്ള കുട്ടികൾക്കാണ്, കൗമാരക്കാർക്കും കുട്ടികൾക്കുമാണ് എന്ത്? മിഠായി സാമൂഹ്യ ആരോഗ്യ കുടുംബ വകുപ്പിൻ്റെ സാങ്കേതിക സഹായത്തോടെ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കി കൊണ്ടുവരുന്നത്. എന്താണ്? അടുത്തത് എന്താണ്? ശ്രുതി തരംഗം. എന്താണ്? ശ്രുതി തരംഗം 0 മുതൽ 5 വയസ്സ് വരെ കുട്ടികൾക്ക് കേൾവിശക്തി, ശ്രവണ വൈകല്യം പരിഹരിക്കുന്ന കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തുന്ന പദ്ധതിയാണ് എന്ത്? ശ്രുതി തരംഗം. എന്താണ് ശ്രുതി തരംഗം? 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തുന്ന പരിപാടിയാണ് എന്ത്? സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിൽ കേരള സുരക്ഷാ മിഷൻ നടത്തുന്ന പരിപാടിയാണ് എന്ത്? ശ്രുതി തരംഗം. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നടത്തുന്നതാണ് എന്ത്? ശ്രുതി തരംഗം. അടുത്തത് കാതോരം. എന്താണ്?
5 വയസ്സിന് മുകളിൽ നടത്തുന്ന ശ്രുതി തരംഗം പദ്ധതി പ്രകാരം കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയ കുട്ടികൾക്ക് തുടർ ചികിത്സയ്ക്ക് നടക്കുന്ന ധനസഹായം നൽകുന്ന പരിപാടിയാണ് എന്ത്? കാതോരം. 5 വയസ്സിന് മുകളിലാണ് ശ്രുതി തരംഗം നടത്തിയ കുട്ടികൾക്ക് തുടർ ചികിത്സയ്ക്ക് നടത്തുന്ന പദ്ധതിയാണ് എന്ത്? കാതോരം. അംഗപരിമിതർക്കുള്ള സമഗ്ര പദ്ധതിയാണ് എന്ത്? അനുയാത്ര പദ്ധതിയുടെ ഭാഗമാണ് എന്ത്? കാതോരം. കാതോരം എന്താണ്? കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്ക് നടത്തുന്ന ധനസഹായമാണ് എന്ത്? കാതോരം. 2017 സെപ്റ്റംബറിലാണ് അത് നിലവിൽ വന്നത്. 2017 സെപ്റ്റംബറിലാണ് കാതോരം പദ്ധതി നിലവിൽ വന്നത്. എന്താണ്? ശ്രുതി തരംഗം കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയ പരിപാടിയാണ് എന്ത്? ശ്രുതി തരംഗം. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തുന്ന പരിപാടിയാണ് ശ്രുതി തരംഗം. ശ്രുതി തരംഗം നടത്തിയ കുട്ടികൾക്ക് 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് തുടർ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്നതാണ് എന്ത്? കാതോരം പദ്ധതി. അടുത്ത എന്താണ്? സമാശ്വാസം. സമാശ്വാസം എന്താണ്? വൃക്ക തകരാറ് മൂലം ഡയാലിസിസ് വേണ്ടവർക്ക്, കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയവർക്ക് നൽകുന്ന ധനസഹായമാണ് എന്ത്? സമാശ്വാസം. എന്താണ് സമാശ്വാസം? ഡയാലിസിസ്, വൃക്ക തകരാറ് മൂലം ഡയാലിസിസ് വേണ്ടവർക്ക്, കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തി നൽകുന്നവർക്ക് ധനസഹായം നൽകുന്നതാണ് സമാശ്വാസം. BPL ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിൽ വൃക്ക തകരാർ സംഭവിച്ച് സ്ഥിരമായി ഡയാലിസിസിൽ ഏർപ്പെടുന്ന, വൃക്ക കരൾ മാറ്റിവെക്കൽ സർജറിക്ക് വിധേയരായവർക്ക് എന്താണ്? ഹീമോഫീലിയ രോഗികൾ, സിക്കിൾ സെൽ അനീമിയ, അരിവാൾ രോഗം ബാധിച്ചവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത്? സമാശ്വാസം. എന്താണ്? BPL ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് കരൾ ശസ്ത്രക്രിയ, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, അരിവാൾ രോഗം, കരൾ മാറ്റിവെക്കൽ, വൃക്ക മാറ്റിവെക്കൽ എന്നിവ നടത്തുന്നതാണ് സമാശ്വാസം. താലോലം. അടുത്ത എന്താണ്? താലോലം പദ്ധതി. താലോലം പദ്ധതി എന്താണ്? ഹൃദയ സംബന്ധമായ നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യങ്ങൾ, എൻഡോസൾഫാൻ രോഗബാധിതരുടെ രോഗങ്ങൾക്ക് എന്നിവർക്ക് ചികിത്സാ ചെലവ് നടത്തുന്ന പരിപാടിയാണ് എന്ത്? താലോലം പദ്ധതി. കുട്ടികൾക്ക് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യങ്ങൾ, എൻഡോസൾഫാൻ രോഗബാധിതർ എന്നിവർക്കൊക്കെ എന്താണ് KSSMൻ്റെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ നൽകുന്ന പദ്ധതിയാണ് എന്ത്? താലോലം പദ്ധതി. 2010 ജനുവരി 1-നാണ് എന്ത്? താലോലം പദ്ധതി നിലവിൽ വന്നത്. 2010 ജനുവരി 1-ന് 18 വയസ്സിന് മുകളിൽ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് എന്ത്? താലോലം പദ്ധതി. ഒരു രോഗിക്ക് എത്രയാണ് സഹായം? 50,000 രൂപയാണ് ധനസഹായം നൽകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. താലോലം പദ്ധതി എന്താണ്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, എൻഡോസൾഫാൻ ബാധിത അസ്ഥിവൈകല്യങ്ങൾ, നാഡീരോഗങ്ങൾ എന്നിവ നടത്തുന്നതാണ്, ധനസഹായം നൽകുന്നതാണ് എന്ത്? താലോലം. 50,000 രൂപയാണ് പ്രതിമാസം നൽകുന്നത്. 50,000 രൂപ പ്രതിമാസമല്ല, 50,000 രൂപ നൽകുന്ന പരിപാടിയാണ് എന്ത്? താലോലം പദ്ധതി. അടുത്തത് പ്രത്യാശ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അവരുടെ വിവാഹത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത്? പ്രത്യാശ. എന്താണ് പ്രത്യാശ? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വിവാഹത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത്? പ്രത്യാശ. എന്താണ്? ഉപഭോക്താക്കളുടെ യോഗ്യതാ മാനദണ്ഡം 22 വയസ്സിൽ കൂടാൻ പാടില്ല. എന്താണ്? 22 വയസ്സിൽ കൂടുതലാകണം. ഉപഭോക്താക്കളുടെ യോഗ്യതാ മാനദണ്ഡം 22 വയസ്സിന് മുകളിലാകണം. അപേക്ഷകരുടെ വാർഷിക വരുമാനം 60,000 രൂപയിൽ കൂടാനും പാടില്ല. ആർക്കൊക്കെയാണ് അത് കിട്ടുക? പ്രത്യാശ ധനസഹായം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അവരുടെ വിവാഹത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത്? പ്രത്യാശ. എന്താണ് പ്രത്യാശയുടെ മാനദണ്ഡങ്ങൾ? 22 വയസ്സിൽ കൂടണം. പിന്നെന്താണ്? 60,000 രൂപ വാർഷിക വരുമാനത്തിൽ കൂടാൻ പാടില്ല. 60,000 രൂപ വാർഷിക വരുമാനം ഉപഭോക്താക്കളുടെ യോഗ്യതാ മാനദണ്ഡം 22 വയസ്സ് ആകണം. അപേക്ഷകരുടെ വാർഷിക വരുമാനം 60,000 രൂപയിൽ കൂടാൻ പാടില്ല. എന്താണ് പ്രത്യാശ? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അവരുടെ വിവാഹത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത്? പ്രത്യാശ. ഉപഭോക്താക്കളുടെ യോഗ്യതാ മാനദണ്ഡം 22 വയസ്സിന് മുകളിലാകണം. അപേക്ഷകരുടെ വാർഷിക വരുമാനം എത്രയാകണം? 60,000-ൽ കൂടരുത്. 60,000 രൂപയിൽ കൂടാൻ പാടില്ല. വാർഷിക വരുമാനം 60,000 രൂപയിൽ വാർഷിക വരുമാനം കൂടാൻ പാടില്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അവരുടെ വിവാഹത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത്? പ്രത്യാശ. കേരള സാമൂഹ്യ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ നൽകുന്നതാണ് പ്രത്യാശ. 60,000-ൽ കൂടാൻ പാടില്ല വാർഷിക വരുമാനം. അടുത്തത് സ്പെക്ട്രം. എന്താണ് സ്പെക്ട്രം?
ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് ഡിസേബിലിറ്റി 2018 ആരംഭിച്ച നടപ്പിലാക്കിയ പദ്ധതിയാണ് എന്ത്? സ്പെക്ട്രം. 7 വ്യത്യസ്ത സ്ഥാപനങ്ങളാണ് സ്പെക്ട്രത്തിലുള്ളത്. മാജിക് അക്കാദമി എംപവർ. എന്താണ് മാജിക് അക്കാദമി എംപവറിൽ 23 അംഗങ്ങളാണുള്ളത്. ഗോപിനാഥ് മുതുകാടാണ് മാജിക് ടീമിൻ്റെ നേതൃത്വം നൽകുന്നത്. എന്താണ് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് ഓൺ ഡിസേബിലിറ്റി 2018 ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? സ്പെക്ട്രം. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് 2018 ആരംഭിച്ച നടപ്പിലാക്കിയ പദ്ധതിയാണ് എന്ത്? സ്പെക്ട്രം. 7 വ്യത്യസ്ത പദ്ധതികളാണ് സ്പെക്ട്രത്തിൽ. വ്യത്യസ്ത പദ്ധതികളാണ് സ്പെക്ട്രത്തിലുള്ളത്. എന്താണ്? 7 വ്യത്യസ്ത പദ്ധതികളാണ് സ്പെക്ട്രത്തിലുള്ളത്. മാജിക് അക്കാദമി എംപവേർഡ്. എന്താണ് മാജിക് അക്കാദമി എംപവർ? 23 അംഗങ്ങൾ ഉൾപ്പെട്ടതാണ് മാജിക് അക്കാദമി എംപവർ. ഗോപിനാഥ് മുതുകാടാണ് മാജിക് ടീമിൻ്റെ നേതൃത്വം നൽകുന്നത്. അടുത്തത് ഹങ്കർ ഫ്രീ സിറ്റി. എന്താണ് ഹങ്കർ ഫ്രീ സിറ്റി? നഗരങ്ങളിൽ ആശുപത്രിയിൽ കൂട്ടിരിക്കുന്നവർക്കും രോഗികൾക്കും ആഹാരം ഫ്രീ ആയി നൽകുന്ന പദ്ധതിയാണ് എന്ത്? ഹങ്കർ ഫ്രീ സിറ്റി. എന്താണ് ഹങ്കർ ഫ്രീ സിറ്റി? നഗരങ്ങളിൽ ആശുപത്രിയിൽ കൂട്ടിരിക്കുന്നവർക്ക് രോഗികൾക്കും ഭക്ഷണം ഫ്രീ ആയി നൽകുന്ന പദ്ധതിയാണ് എന്ത്? ഹങ്കർ ഫ്രീ സിറ്റി. നഗരങ്ങളിൽ ആശുപത്രിയിൽ കൂട്ടിരിക്കുന്നവർക്ക് രോഗികൾക്കും ഭക്ഷണം ഫ്രീ ആയി നൽകുന്ന പദ്ധതിയാണ് എന്ത്? ഹങ്കർ ഫ്രീ സിറ്റി. എന്താണ് ഹങ്കർ ഫ്രീ സിറ്റി? നഗരങ്ങളിൽ ആശുപത്രിയിൽ കൂട്ടിരിക്കുന്നവർക്ക് ഭക്ഷണം ഫ്രീ ആയി നൽകുന്ന പദ്ധതിയാണ് എന്ത്? ഹങ്കർ ഫ്രീ സിറ്റി. അപ്പോൾ നമ്മൾ 14 കേരള സാമൂഹ്യ സെക്യൂരിറ്റി മിഷൻ KSSMൻ്റെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ പദ്ധതികളാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? ഒന്ന് സ്നേഹസ്പർശം. മാതാപിതാക്കൾ മരിച്ചുപോയവർക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത്? സ്നേഹപൂർവ്വം. സ്നേഹപൂർവ്വം. മാതാപിതാക്കൾ മരിച്ചുപോയ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നതാണ് സ്നേഹപൂർവ്വം. വയോമിത്രം എന്താണ്? കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിൽ താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പാലിയേറ്റീവ് മരുന്ന് എന്നിവ സഹായം നൽകുന്നതാണ് എന്ത്? വയോമിത്രം. സ്നേഹസാന്ത്വനം എന്താണ്? എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ധനസഹായം നൽകുന്നതാണ് സ്നേഹസ്വാന്തന. സ്നേഹസ്പർശം എന്താണ്? KSSMൻ്റെ അണ്ടറിൽ അവിവാഹിതരായ അമ്മമാർക്ക് ധനസഹായം നൽകുന്നതാണ് എന്ത്? സ്നേഹസ്പർശം. ആശ്വാസകിരണം എന്താണ്? പൂർണ്ണമായും കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് ആശ്വാസമായിട്ട് എന്താണ്? പ്രതിമാസം 600 രൂപ നൽകുന്നതാണ് എന്ത്? ആശ്വാസകിരണം. ക്യാൻസർ സുരക്ഷാരണം എന്താ? കുട്ടികൾക്ക് ക്യാൻസർ ബാധിച്ച കുട്ടികൾക്ക് 2008 നവംബറിൽ നിലവിൽ വന്നതാണ് എന്ത്? ക്യാൻസർ സുരക്ഷ. അടുത്തത് മിഠായി. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ സാങ്കേതിക സഹായത്തോടെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ അണ്ടറിൽ ടൈപ്പ് 1 കുട്ടികൾക്കും കൗമാരക്കാർക്കും എന്താണ്? മിഠായി. പ്രമേയം ടൈപ്പ് 1 ഉള്ളവർക്ക് ധനസഹായം സാങ്കേതിക സഹായത്തോടെ നൽകുന്നതാണ് എന്ത്? മിഠായി. ശ്രുതി തരംഗം എന്താണ്? 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്നതാണ് ശ്രുതി തരംഗം.